ആദ്യം ഭാര്യ സൈറ ബാനുവുമായി വേർപിരിഞ്ഞെന്ന വാർത്തയായിരുന്നു. പിന്നീട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന പ്രചാരണങ്ങളും വന്നു. AR റഹ്മാൻ ആരാധകരെ ഞെട്ടിച്ച റൂമറുകളും വാർത്തകളുമായിരുന്നു രണ്ടും. വിവാഹമോചന വാർത്തകൾ തള്ളി പിന്നീട് സൈറ ബാനു തന്നെ രംഗത്തെത്തി. തങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്നും ഇതുവരെയും വേർപിരിഞ്ഞിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴും റഹ്മാൻ ആർക്കും പിടികൊടുക്കാതെ നിന്നു, ഒന്നും തുറന്നു പറയുകയും ചെയ്തില്ല. ഇപ്പോഴിതാ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ മനസ്സ് തുറക്കുകയാണ് റഹ്മാൻ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്ത റഹ്മാൻ തന്നെ നേരിട്ടെത്തി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നോമ്പും വെജിറ്റേറിയൻ ഡയറ്റും കാരണം സംഭവിച്ച ഗ്യാസ്ട്രോ പ്രശ്നത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പോയത്. പിന്നീട് അത് വലിയ വാർത്തയായ വിവരമാണ് ഞാൻ അറിയുന്നത്. എന്തായാലും വാർത്ത അറിഞ്ഞുള്ള ആരാധകരുടെ സ്നേഹപ്രകടനം ഹൃദയം കവരുന്ന അനുഭവമായിരുന്നുവെന്നും റഹ്മാൻ പറയുന്നുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പബ്ലിക് ലൈഫ് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നത് മനഃപൂർവ്വം എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ സ്വയം എടുക്കുന്ന തീരുമാനമാകുമ്പോൾ വിമർശിക്കപ്പെടുക സ്വാഭാവികം. കോടീശ്വരന്മാർ മുതൽ ദൈവം വരെ എല്ലാവരും വിമർശിക്കപ്പെടുമ്പോൾ എൻ്റെ കാര്യം പറയണോ? നമ്മൾ ഒന്നിച്ചു നിൽക്കുകയും അഹങ്കാരികളാകാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം ഒരു പ്രശ്നവുമില്ല. നമ്മളെ വിമർശിക്കുന്നവർ പോലും ഓരോ കുടുംബമുള്ളവരാണ്, റഹ്മാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യക്കാർ കർമ്മ എന്ന സംഗതിയിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ഞാൻ ആരുടെയെങ്കിലും കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മറ്റാരെങ്കിലും എൻ്റെ കുടുംബത്തെക്കുറിച്ചും പറയും. മോശമായി ഒന്നും പറയാൻ നിൽക്കരുത്. എല്ലാവർക്കും സഹോദരിയും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട്. ആരെങ്കിലും എൻ്റെ കുടുംബത്തെക്കുറിച്ച് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറുള്ളത്. ദൈവമേ അവർക്ക് പുറത്തു കൊടുക്കണമേ, അവരെ നല്ല പാതയിലേക്ക് നയിക്കണേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളതെന്നും റഹ്മാൻ പറയുന്നു. മകൾ ഖദീജയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എൻ്റെ മകൾക്ക് സ്വന്തമായൊരു ഫാൻ ബേസ് ഉണ്ട്. അവളുമായി വഴക്കിടാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ ചെയ്താൽ 2 പേജുള്ള ഇമെയിലുകൾ അവൾ എനിക്ക് അയക്കും. അതിൽ എല്ലാം വളരെ വ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുമുണ്ടാകും. അവിടെ ഇരുന്ന് അഭിനന്ദിക്കുക മാത്രമേ നമുക്ക് മുന്നിലുണ്ടാകൂ. മൈ ലെറ്റേഴ്സ് ടു ഡാഡ് എന്ന പേരിൽ അവളുടെ ഒരു പുസ്തകം വരണമെന്നാണ് ഞാൻ കരുതുന്നത്, റഹ്മാൻ കൂട്ടിച്ചേർക്കുന്നു. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ അടുത്തിടെ ഖദീജയും വിശദീകരണം നൽകിയിരുന്നു. അടുത്തിടെ ഒരു വേദിയിൽ അച്ഛനുമായി താൻ നടത്തിയ സംഭാഷണം വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിൽ ഇത്രയും വലിയ പ്രതികരണം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ വസ്ത്രധാരണം എൻ്റെ അച്ഛൻ നിർബന്ധിക്കുന്നതാണെന്നും അദ്ദേഹത്തിന് ഇരട്ടത്താപ്പാണെന്നുമുള്ള ചില പരാമർശങ്ങളും അക്കൂട്ടത്തിലുണ്ടെന്നും ഖദീജ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു കാര്യം പറയാം, ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിനോ എൻ്റെ ജീവിതത്തിൽ ഞാനെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കോ എൻ്റെ മാതാപിതാക്കളുമായി യാതൊരു ബന്ധവുമില്ല. തൻ്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ് ഈ ശിരോവസ്ത്രമെന്നും ഖദീജ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ദയവായി തന്നെ മുൻഭാര്യ എന്ന് വിളിക്കരുതെന്നും തങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെന്നുമായിരുന്നു നേരത്തെ സൈറ ബാനു വിവാഹമോചന വാർത്തകളോട് പ്രതികരിച്ചത്. ഞങ്ങൾ വേറിട്ട് കഴിയുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഇതുവരെയും ഔദ്യോഗികമായി വേർപിരിഞ്ഞിട്ടില്ല. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷമായി പൂർണ്ണ ആരോഗ്യവതിയല്ല ഞാൻ. അതിൻ്റെ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് കൊടുക്കേണ്ടെന്ന് കരുതിയതാണ്. അതുകൊണ്ട് എന്നെ മുൻ ഭാര്യ എന്ന് വിളിക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വേറിട്ട് കഴിയുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ നന്മയ്ക്കായി എൻ്റെ പ്രാർത്ഥനയുണ്ട്. ഒരു തരത്തിലുള്ള സമ്മർദ്ദവും കൊടുക്കാതെ അദ്ദേഹത്തെ നന്നായി നോക്കണമെന്നാണ് എല്ലാവരോടും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും തനിക്ക് ആവശ്യപ്പെടാനുള്ളതെന്നും സൈറ അന്ന് പറഞ്ഞിരുന്നു.